നമ്മളെ ചാനലിൻ്റെ പേര് പോലെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ദോശയും ചട്നിയാണ് കേട്ടോ. എനിക്ക് അത്ര വലിയ പണിയൊന്നുമില്ല, കാരണം യു എസ് നിന്ന് വരുന്ന സമയത്ത് ആന ഈ ഇൻസ്റ്റൻറ്റ് ദോശ മിക്സും ചട്നിപ്പൊടിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 15 മിനിറ്റ് നേരം വെള്ളത്തിൽ നല്ലോണം ഈ ബാറ്ററിനെ അടിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വെച്ചാൽ ബാറ്റർ റെഡി. ഈ ചട്നിപ്പൊടി കാണുന്ന പോലെയില്ല, നല്ല എരിവായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചട്നി ഉണ്ടാക്കാം. പിന്നെ വിൻ്റർ ആയതുകൊണ്ട് തക്കാളി കിട്ടാനും ഇല്ല, വീട്ടിൽ തക്കാളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിപ്പി വെച്ചിട്ട് ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് സ്നാക്ക് ചെയ്യാൻ മേടിച്ചൊരു റോസ്റ്റഡ് ചിപ്പി ആയിരുന്നു, അതുകൊണ്ടാണ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതിൽ വെച്ചുള്ള ഒരു ഐറ്റം ആയിരുന്നു സെസമി ഓയിലും. പിന്നെ 2 തരം ഉള്ളി ഉണ്ട് കേട്ടോ ഇവിടെ. ഞാൻ റെഡ് ഒനിയനാണ് എടുത്തത്. വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊന്നും കൂടെ സ്വീറ്റുമാണ്, ആ ഉള്ളീൻ്റെ അത്ര ചോയില്ല. ഡിഫറൻസ് പറഞ്ഞു തരാൻ എനിക്ക് അത്ര അറിയില്ല. അങ്ങനെ അതാ ചട്നിക്ക് വേണ്ട മിക്സ്ചറും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി ദോശ പരിപാടിയാണ്. ഇത് പാൻ കേക്ക് ഉണ്ടാക്കുന്ന തവയാണ് കേട്ടോ. ഞാൻ വിചാരിച്ച ദോശ കിട്ടില്ല, പക്ഷേ എന്തുകൊണ്ടോ ഭാഗ്യം കൊണ്ട് കിട്ടി. പിന്നെ ഇതാ നമ്മളെ സിസ്റ്റർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ടല്ലോ, എല്ലാം ആസ്വദിച്ച് കഴിച്ചോളൂ കേട്ടോ. ആ ചട്നിപ്പൊടിക്ക് നല്ല എരിവായതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ചട്നിയിൽ മിക്സ് ചെയ്ത് കഴിച്ചപ്പം സെറ്റായി. പിന്നെ ഞാൻ വിചാരിച്ചു മമ്മയ്ക്ക് അത് നല്ല എരിവായിരിക്കും, പക്ഷെ അത് കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത്. ചട്നിപ്പൊടിക്ക് എരിവായതുകൊണ്ട് സോസൊക്കെ കൂട്ടി കഴിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. എന്നാലും ദോശയൊക്കെ റെഡിയായി, പാകത്തിനുള്ള അളവിൽ ദോശ കിട്ടി. പിന്നെ എൻ്റെ ഭർത്താവിന് നാട്ടിൽ നിന്ന് നല്ല അടിപൊളി ദോശ കഴിച്ചിട്ട് ഇതങ്ങോട്ട് ദഹിക്കുന്നുണ്ടായിട്ടില്ല കേട്ടോ. എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഇത് ഒരു മാച്ചും ഇല്ല നാടായിട്ട്. സത്യമാണ്, നമ്മളെ നാട്ടിലുള്ള അയലത്ത് പോലും എത്തൂല ഇതിൻ്റെ രുചി എന്ന് പറയുന്നത്. എന്നാലും ഒന്നുമില്ലാത്തതിലും ഭേദമല്ലേ എന്തെങ്കിലും. അങ്ങനെ ഞങ്ങളുടെ ദോശക്കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ചാ.